നമസ്കാരം. ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തൊട്ടാണ്. എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചിന്താഗതികളോടെ എഴുന്നേറ്റാൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. മറിച്ച് നമ്മൾ മൂഡ് ഓഫ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അന്ന് മുഴുവൻ എല്ലാ കാര്യങ്ങളിലും ഒരു നെഗറ്റീവ് ടച്ച് ഉണ്ടാവും. ഏതായാലും ഇനി നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇത്തരം ചെറിയ ചെറിയ ടിപ്സ് ചന്ദ്രലേഖ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു. ചന്ദ്രലേഖയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കിഴിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെയിൻറ്റിംഗ് എന്നുള്ളത് എല്ലാവരെയും ആകർഷിക്കുന്ന വളരെ അനുഗ്രഹീതമായിട്ടുള്ളൊരു കലയാണ്. പെയിൻറ്റിങ്ങിൽ പ്രാഗൽഭ്യം നേടിയ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനും വളർന്നു വരുന്നുണ്ട്. പെയിൻറ്റിങ്ങിൽ വ്യത്യസ്തത പുലർത്തുന്നവരെ നമ്മൾ എന്നും അംഗീകരിച്ചിട്ടേയുള്ളൂ. അത്തരത്തിലൊരു പ്രതിഭയെയാണ് ചന്ദ്രലേഖയിലൂടെ നിങ്ങളിനി പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ ചെറുപ്പത്തിലേ വരയ്ക്കുമായിരുന്നു. സ്കൂളിൽ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 9th പഠിക്കുമ്പോൾ കേരള കലാപീഠത്തിൽ ഒരു ക്യാമ്പിന് പോയി. അതിനുശേഷം ചിത്രാലയത്തിൽ കുറച്ച് നാൾ ക്ലാസ്സിന് പോയി. എന്നും പെയിൻറ്റിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്ക്. അങ്ങനെ ഡിഗ്രിക്ക് ചേർന്നു. എൻ്റെ വീട്ടുകാരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ BFAക്ക് ചേർന്നു. ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. BFA 2000 ചേർന്നത്. അത് 4 വർഷത്തെ കോഴ്സായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ടീച്ചറായിട്ട് പഠിപ്പിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി മ്യൂറൽ പെയിൻറ്റിങ്ങിന്. കുറച്ച് നാൾ 2 വർഷത്തോളം ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് പഠിപ്പിച്ചു. അതിനുശേഷം 2009 ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിഷ്വൽ ആർട്സ് പെയിൻറ്റിങ്ങിൽ പാസ് ഔട്ട് ചെയ്തു. ഞാൻ 7ഓളം എക്സിബിഷൻസ് കേരളത്തിന് പുറത്തും കേരളത്തിലുമായിട്ട് നടത്തിയിട്ടുണ്ട്. 4ാമത്തെ എക്സിബിഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ആദ്യം ചുമർ ചിത്രങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു എൻ്റെ ചിത്ര പ്രദർശനങ്ങളെല്ലാം. ചുമർ ചിത്രങ്ങൾ വിട്ടിട്ട് അതിൻ്റെ കുറച്ച് മോട്ടീവ്സ് എടുത്ത് പെയിൻറ്റിങ്ങിനോടും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചിത്ര പ്രദർശനങ്ങളാണ് പിന്നീട് നടന്നത്. മ്യൂറൽ പെയിൻറ്റിങ്സിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. 5 നിറങ്ങൾ വെച്ച് വേണം അത് വർക്ക് ചെയ്യാൻ. പുറത്തുനിന്നുള്ള ഒരു സബ്ജക്റ്റ് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ കൊണ്ടുവരാൻ പറ്റില്ല. ധ്യാനമന്ത്രങ്ങളും പുരാണങ്ങളും അങ്ങനത്തെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. 5 നിറങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചിത്രരീതിയായിരുന്നു ചുമർ ചിത്രങ്ങൾ. കഴിഞ്ഞ ചിത്ര പ്രദർശനത്തിൽ ഞാൻ ചെയ്തത് 3 കാറ്റഗറി ആയിട്ടാണ് ചിത്രങ്ങൾ രചിച്ചത്. ചുമർ ചിത്രങ്ങളും സെൽഫ് പോർട്രേറ്റ്സും അതേപോലെ തന്നെ കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചിത്രങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയിൽ കുട്ടികൾ അനുഭവിക്കുന്ന ധാരാളം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ എനിക്ക് ചിത്രങ്ങൾ ഒരിക്കലും ചെയ്യാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചുറ്റുമുള്ള കുട്ടികളെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഫാൻറ്റസി, എനിക്ക് പണ്ട് തൊട്ടേ പക്ഷിമൃഗാദികളോടും ഗ്രീനറിയോടും വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലെ തന്നെ എന്നെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ചിത്രകാരി ഫിഡ കാലോ ആണ്. അപ്പോൾ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് നല്ലോണം ഉണ്ട്. മിക്ക ചിത്രങ്ങളിലും സെൽഫ് പോർട്രേറ്റ്സ് അതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്.
ചിത്രരചന എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഇത് വിറ്റ് പോകണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പൈസ നേടണം എന്ന് ഒരു ചിത്രകാരനും ചിത്രകാരിയും ആദ്യമേ ചിന്തിക്കുകയില്ല. അവരുടെ ഒരു ജീവിതം കല തന്നെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കും. പക്ഷേ ഒരു എക്സിബിഷൻ നടത്തുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോഴോ എനിക്ക് ഇത്ര രൂപ കിട്ടണം എന്ന് പ്രതീക്ഷിച്ച് ഒരു ചിത്രകാരനും ചിത്രം ചെയ്യില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എലിമെൻ്റ് ആ വർക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്യില്ല. അതൊരു മ്യൂറൽ സ്റ്റൈൽ രീതിയിലാക്കിയിട്ട് ഞാൻ ആ സെൽഫ് പോർട്രേറ്റിനെ മാറ്റും. അതാണ് എനിക്ക്, അതിൽ തന്നെയാണ് എനിക്ക് കൂടുതൽ അഭിപ്രായങ്ങളും വന്നിട്ടുള്ളത്. ഒരു നല്ലൊരു പോസിറ്റീവ് അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയുള്ള ചിത്രങ്ങളും ഈ പോർട്രേറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം വരയ്ക്കാനായിട്ട് താല്പര്യമുള്ള ഒരു ഘടകമാണ്. ഇനിയും ചെയ്യുന്ന ചിത്രങ്ങളിൽ സെൽഫ് പോർട്രേറ്റ്സ് മിക്കവാറും എൻ്റെ ചിത്രങ്ങളിലുണ്ടാവും. സെൽഫ് പോർട്രേറ്റ്സും എനിക്ക് ചുറ്റും കാണുന്ന വ്യക്തികളുടെ ചില ഭാവങ്ങളും എല്ലാം നിറഞ്ഞ ചിത്രങ്ങളായിരിക്കും ഇനിയുള്ള ചിത്രങ്ങളിലും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുതന്നെ ആവട്ടെ എൻ്റെ മനസ്സിൽ നിന്നും വരുന്ന ഭാവനകളും. ഇന്ന് ഒരു വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. ഒരു വീട് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. വീട് എങ്ങനെ ഭംഗിയായി സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെഗ്മെൻറ്റിലൂടെ കാണാൻ പോകുന്നത്. ഇന്ന് ഒരു വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുമ്പം ആ സ്പേസിനെ എങ്ങനെ മോടി പിടിപ്പിച്ച് കളർഫുള്ളാക്കി സ്പേഷ്യസ് ആക്കാം എന്നുള്ള ഒരു മാർഗമാണ് നോക്കുന്നത്. അതിൽ പ്രൈമറി ആയിട്ട് കളേഴ്സാണ് വരുന്നത്. കളേഴ്സ് എന്ന് പറയുമ്പോൾ വാളിൽ ചേർക്കുന്ന പല രീതിയിലുള്ള കളേഴ്സ് പെയിൻറ്റിലാകാം അല്ലെങ്കിൽ വേറെ രീതികളിലാകാം. അതിലൊരു ഭാഗമാണ് സ്റ്റോൺ ക്ലാഡിങ് അല്ലെങ്കിൽ വാൾ ക്ലാഡിങ്. ഇന്ന് നമ്മൾ ഇവിടെ വാൾ ക്ലാഡിങ്ങിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഒരു പ്രോസും കോൺസും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. വാൾ ക്ലാഡിങ് പല മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ നാച്ചുറൽ സ്റ്റോൺസ് ആണ് പ്രൈമറി ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്. അതല്ലാതെ പിന്നെ ഗ്ലാസ്സിൽ WPCയിലൊക്കെ ഉണ്ട്. അതിൽ നാച്ചുറൽ സ്റ്റോൺസ് കൊണ്ടുള്ള ക്ലാഡിങ്ങിനെ പറ്റി അതിൻ്റെ പ്രോസും കോൺസും ഞാൻ കുറച്ച് പറയാം. നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ് രണ്ട് ടൈപ്പിലാണ് ഉള്ളത്. സ്റ്റാക്കിങ്സ് അല്ലെങ്കിൽ നീളത്തിൽ വരുന്ന പല ക്ലാഡിങ്ങുകളും, അതല്ലാതെ പിന്നെ വരുന്നത് മൊസൈക്സ് പോലെ ചെറിയ സ്റ്റോൺസിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ. ക്ലാഡിങ്ങുകൾ കൂടുതലും പല ഏരിയകളിൽ യൂസ് ചെയ്യാം. ബെഡ്റൂംസ് ആണ് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്ത് പോകുന്നത്. പിന്നെ ലിവിങ് റൂംസ്, അതല്ലെങ്കിൽ എക്സ്റ്റീരിയർ വാൾ ക്ലാഡിംഗ് ആയിട്ട് മതിലുകളോ അല്ലെങ്കിൽ ഷോ വാളുകൾക്കായിട്ട് ഉപയോഗിക്കാം.
ഇത്രയും നേരം പറഞ്ഞത് വോൾ ക്ലാഡിങ്ങിനെ പറ്റിയുള്ള ഒരു ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറലായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതല്ലാതെ നമ്മുടെ ഈ കടയിൽ കൂടുതലും സെലക്ഷനും അതേപോലെ ഡിസൈൻ ആസ്പെക്ട്സും അറിയാനും കാണാനുമായിട്ട് വരുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഡിസൈൻ ഫാക്ടേഴ്സോ അതല്ലെങ്കിൽ ഏത് സ്റ്റോൺ യൂസ് ചെയ്യണമെന്നോ അതല്ലെങ്കിൽ എവിടെ യൂസ് ചെയ്യണമെന്നോ അതല്ലെങ്കിൽ ഇതെങ്ങനെ ബഡ്ജറ്റ് ചെയ്യണമെന്നതിനെ പറ്റി ചെറിയൊരു ധാരണയ്ക്കായിട്ടാണ് ഇന്നത്തെ ഈ സെഷൻ. ആദ്യമായിട്ട് സ്റ്റോൺ, നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ആണോ യൂസ് ചെയ്യേണ്ടത് അതോ വേറെ ഏതെങ്കിലും ക്ലാഡിംഗ് മെറ്റീരിയലാണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ ഡിസൈനോ അല്ലെങ്കിൽ ഡിസൈൻ ആസ്പെക്റ്റോ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈമറിലി ഏത് കളറാണ് വേണ്ടത്, ഏത് ഏരിയയിലേക്കാണ് വേണ്ടത്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വേണ്ടത്, ദാറ്റ് വുഡ് ബി ദി പ്രൈമറി തിങ്. അത് അറിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് ഒരു ചെറിയ ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളത് സ്റ്റോണ് എവിടെ ഉപയോഗിക്കാം, കിച്ചണിൽ സ്റ്റോൺ ഉപയോഗിക്കാമോ അതോ ബെഡ്റൂമിലാണോ കൂടുതൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ്. ഇതിൽ 2 ഏരിയകളിൽ ഞാൻ ആദ്യം കിച്ചണിനെ പറ്റി പറയാം. കിച്ചണിൽ ആവുമ്പം കിച്ചണിൻ്റെ കൗണ്ടറിൻ്റെ മുകളിൽ, അതായത് കബോണ്ടറും കബോർഡിൻ്റെ ഇടയ്ക്ക് വരുന്ന ക്ലാഡിംഗ് ഏരിയ, അത് കൂടുതലും ഡേർട്ട് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സ്റ്റോൺസ് ഉപയോഗിക്കുന്നതിൽ അഡ്വൈസബിൾ അല്ല. അതിന് വേണ്ടിയിട്ട് ഗ്ലാസ് മൊസൈക്സ് ഉണ്ട്. നമുക്ക് പല ഡിസൈനിലും പല കളേഴ്സിലും പല സൈസസിലും ഗ്ലാസ് മൊസൈക്സ് അവൈലബിൾ ആണ്. ഈ ഗ്ലാസ് മൊസൈക്സ് ബാക്ക് സ്പ്ലാഷ് ഏരിയകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ഒരു പ്രോബ്ലം ആവില്ല. പിന്നെ സെക്കൻഡ് ഏരിയ ഞാൻ പറഞ്ഞതുപോലെ ബെഡ്റൂമിൻ്റെ ഹെഡ് ബോർഡ് ഏരിയ അതല്ലെങ്കിൽ കബോർഡിൻ്റെ സൈഡ്സ് ഏരിയ അല്ലെങ്കിൽ വിൻഡോൻ്റെ സൈഡ് ഏരിയ ഒക്കെ വോൾ ക്ലാഡിങ് ചെയ്യാവുന്നതാണ്. അതെഗെയിൻ ക്ലാഡിങ്ങിൻ്റെ കളേഴ്സും അതിൻ്റെ ബാക്കിയുള്ള വോളും ഡ്രേപ്സും അതേപോലെ ബെഡ് സ്പ്രെഡും ഇതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും വൈസ്. ഇവിടെ കാണുന്ന പല രീതികളിലും ഈ വോൾ ക്ലാഡിങ്ങുകളിൽ ബെഡ്റൂംസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ചോയ്സ് ഓഫ് മെറ്റീരിയൽ കണ്ടതിന് ശേഷം അടുത്ത പ്രോസസ്സ് നമുക്ക് പർച്ചേസിങ്ങിലേക്ക് വരുന്നതായിരിക്കും. പർച്ചേസ് എങ്ങനെ ചെയ്യണം? പർച്ചേസ് പ്രൈമറിലി ബഡ്ജറ്റിനെ ആസ്പദമാക്കിയിട്ടായിരിക്കുമല്ലോ. നമ്മുടെ ബഡ്ജറ്റ്, ബിഗർ ദി ബഡ്ജറ്റ് ബെറ്റർ ദി പ്രോഡക്റ്റ്, ലാർജർ ദി ഏരിയ. അപ്പോൾ ബഡ്ജറ്റ് ആദ്യം ഫൈനലൈസ് ചെയ്യുക. എനിക്ക് ബെഡ്റൂമിലേക്ക് എന്തോരം ക്ലാഡിങ് വേണം, എത്ര എമൗണ്ട് ചിലവാക്കാമെന്ന് അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോസസ്സ് സിംപ്ലിഫൈഡായി. വേഗം തന്നെ നമുക്ക് ഏത് ഡിസൈൻ എന്നുള്ള ഇതിലേക്ക് കിടക്കാം. വൺസ് യു ഫിഗർ ദി ഡിസൈൻ, പർച്ചേസിങ് പാർട്ട്. ഈ പർച്ചേസിങ് പാർട്ട് വരുമ്പോഴത്തേക്കും 2-3 കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബഡ്ജറ്റ്, ഏരിയ ഇൻ ക്വസ്റ്റ്യൻ, അത് എത്ര സ്ക്വയർ ഫീറ്റ് വേണം, ഫൈനലി കളർ. ബെഡ്റൂമിനെ പോലുള്ള ഒരു ഏരിയയിൽ ഒരു മൈൽഡ് കളർ യൂസ് ചെയ്യുന്നതായിരിക്കും അഡ്വൈസബിൾ. വാൾ ക്ലാഡിങ്ങുകൾ സെലക്ട് ചെയ്യുമ്പോൾ ബാക്കി വാളുകളിലേക്കുള്ള കളേഴ്സ് അതൊരു പ്രൈമറി ഇതായിരിക്കണം. ബിക്കോസ് വൺസ് ദി കളർ ഫോർ ദി വാൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വാൾ ക്ലാഡിങ് ചൂസ് ചെയ്യാൻ. എന്നാലേ അത് ഫുള്ളായിട്ട് ജെൽ ചെയ്ത് ഒരു നല്ലൊരു ഡിസൈൻ ഫാക്ടറായിട്ടും വരുള്ളൂ. അതല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാഡിങ് മാറി നിന്നേക്കും. അതുകൊണ്ട് പെയിൻറ്റിങ് അല്ലെങ്കിൽ പെയിൻറ്റ്സ്, ഡ്രേപ്സ്, അതേപോലെ വാർഡ്രോബിൻ്റെ ഫിനിഷ്, ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ വാൾ ക്ലാഡിങ് ചൂസ് ചെയ്യാവുള്ളൂ. വാൾ ക്ലാഡിങ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും യൂഷ്വലി വരുന്ന ചെറിയ പ്രോസും കോൺസും ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. വാൾ ക്ലാഡിങ് വാങ്ങിച്ചു കഴിഞ്ഞ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും പാട്ടും നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ചെറിയ രീതിയിൽ ഇതൊന്ന് ബ്രീഫ് ചെയ്യാം. ഒരു റെപ്യൂട്ടഡ് സെല്ലറിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും വാൾ ക്ലാഡിങ് വാങ്ങിക്കാൻ നോക്കുക. രണ്ടാമത് ബഡ്ജറ്റ് ചെയ്യുക. മൂന്നാമത് സെലക്ഷൻസും ട്രെൻഡും അതേപോലെ ഡിസൈൻസും ഒന്ന് റിസർച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെയിൻ്റനൻസ്.
വോൾ ക്ലാഡിങ് എവിടെ ഉപയോഗിക്കണം, അതിൻ്റെ മെയിൻ്റനൻസ്, അതിനെപ്പറ്റിയും ഒരു ചെറിയ റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വോൾ ക്ലാഡിങ് പർച്ചേസ് ചെയ്യാൻ ഒരു റെപ്യൂട്ടഡ് സെല്ലറിൻ്റെ അടുത്ത് മാത്രം പോവുക. വോൾ ക്ലാഡിങ് പല ഡിസൈൻസിലും പല സ്റ്റൈലിങ്ങിലും ഇന്ന് അവൈലബിൾ ആണ്. അതിൽ കൂടുതലായിട്ടും ഈ പുതിയ ട്രെൻഡ്സ് എന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ CNC കട്ടിങ്ങിൽ വരുന്ന, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് റൗട്ടേഴ്സിൽ കട്ട് ചെയ്യുന്ന സ്റ്റോണോ അല്ലെങ്കിൽ വുഡോ അല്ലെങ്കിൽ WPCയിലോ ഉള്ള വോൾ ക്ലാഡിങ്ങുകൾ. അതല്ലാണ്ട് പിന്നെ കസ്റ്റമൈസ്ഡ് വോൾ ക്ലാഡിങ്ങുകൾ, അതായത് നമ്മുടെ ഒരു ഡിസൈൻ കൊണ്ടുവന്ന് അത് ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയും ഇപ്പോൾ അവൈലബിൾ ആണ്. വേറെ ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഒരു വോൾ ക്ലാഡിങ് സെലക്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും പ്രൈമറിലി ഒരു ഇൻറ്റീരിയർ ഡിസൈനറോ അല്ലെങ്കിൽ ഒരു റിസർച്ച് ഫാക്ടറോ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ഈസിയസ്റ്റ്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യാനും അത് പർച്ചേസ് ചെയ്യാനുള്ള എളുപ്പമുണ്ടാകും. ഭക്ഷണത്തിൽ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. പുതിയ രുചിക്കൂട്ടുകൾ അറിയാനും ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇന്ന് ചന്ദ്രലേഖയിലൂടെ കാണാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ കുക്കറി സെഗ്മെൻ്റാണ്. ഹായ് ഷെഫ്, വെൽക്കം ടു ദ ഷോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ കിഴിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതിനാവശ്യമുള്ളത്? അതിനാവശ്യമായ സാധനങ്ങളാണ് കോക്കനട്ട് ഓയിൽ, കടുക്, ഉലുവ, കൊടംപുളി, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ടൊമാറ്റോ, പ്രോൺസ്. യെസ്. ഓക്കെ, തുടങ്ങാം. വെളിച്ചെണ്ണ ആയിരിക്കുമല്ലോ ആദ്യം. വെളിച്ചെണ്ണ അത് ഒഴിക്കും. കടുകല്ല, ആദ്യം ഉലുവ ഇടണം. ഉലുവയാണ് ഇടുന്നത് അല്ലേ? അല്ലെ കടുക് കരിഞ്ഞു പോവും, കയ്പ്പ് ഫീൽ ചെയ്യും. ഉലുവ ശരിക്കും എന്തിനാണ് ഉലുവ ആഡ് ചെയ്യുന്നത്? ഉലുവ ആഡ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഫിഷ് കറിക്കും മെയിനായിട്ട് ഉലുവയുടെ ഫ്ലേവർ ഒരു ടേസ്റ്റായിട്ട് വരും. അതിനാണ് കടുക് ഇട്ടുള്ളൂ. ഒരു സ്പൂൺ ഇടാം അല്ലേ? ഒരു സ്പൂൺ. വറ്റൽമുളക് ഒരു 2-3 എണ്ണം ഇട്ടോട്ടെ. ഇട്ടോളൂ കറിവേപ്പില. ചെറിയ ഉള്ളി ഇടുന്നതിന് മുമ്പ് ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. ഓരോ സ്പൂൺ. ശരിക്കും നല്ല ചെറുതായിട്ട് നുറുക്കിയ വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് നല്ല ഫ്ലേവർ വേണം. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ചെറുള്ളി ഇട്ടുള്ളൂ. കുറച്ച് പച്ചമുളക് എത്ര വേണ്ടി? ഒരു സ്പൂൺ മതി. ഇത് ശരിക്കും നീളത്തിലായിരിക്കും. മതി. ബീൻസിനൊക്കെ അരിയുന്ന മാതിരി അല്ലേ? ഒരല്പം ഓയിൽ വെച്ചു മതി. നല്ല ബ്രൗൺ കളർ ആവണം അല്ലേ? വെൽ ബ്രൗൺ. എത്രത്തോളം ബ്രൗൺ ആവുന്നോ അത്രത്തോളം ആ മധുരിപ്പിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മാറി കിട്ടും. ബ്രൗൺ ആണെന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ടേസ്റ്റും കൂടും. അല്ലെങ്കിൽ ആ സബോളയുടെയും ഉള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ ഫീൽ ചെയ്യണം. ഒരു പച്ച ചുവ, ഒരു മധുരിപ്പ്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നല്ലതായിട്ട് സോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിലേക്ക്
1 സ്പൂൺ മുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മതിയോ? ആ മതി. മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയാണ് നമ്മൾ ഇനി ആഡ് ചെയ്യണേ. ആ 1 അത്ര സ്പൂൺ മതി, 1 സ്പൂൺ. മതിയോ? നന്നായിട്ട് മൂക്കണം. നല്ല ഉള്ളി നല്ല ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ്. മസാല നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് തക്കാളി ആഡ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ ആ പച്ച ഒരു ഇത് എന്തെങ്കിലും കൂട്ടി വെക്കാം. വെള്ളം ഒഴിക്കണോ? വേണ്ട, അടുത്ത തക്കാളി ഇട്ടോളൂ. ഇതും ചെറുതായിട്ടായിരുന്നു അല്ലേ? മതിയാവും. മതിയാവും അല്ലേ? ഒരല്പം വെള്ളം ഒഴിച്ചോളൂ. വെള്ളം ഒഴിക്കാന്നല്ലേ? അല്പം മതി. ആ അത് ഒഴിച്ചോളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു. ഈ മസാലയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സായി വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്യാണ്. ഒരു 1 സ്പൂൺ പുളി ഇട്ടോളൂ. മതിയോ? മതിയാവും. കുറച്ച് പുളിക്ക് വേണ്ടി മാത്രം പുളിക്ക് അല്ലേ? വേണ്ടി. ഉപ്പ് പാകത്തിന്. ഉപ്പ്. അല്പം വെള്ളം ഒഴിക്കും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം അല്ലേ? ശരിക്കും ചെമ്മീൻ കിഴി ഇവിടെ എന്തിൻ്റെ കൂടെയാണ്? ഞങ്ങൾ കാർണിവലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഡേ സ്പെഷ്യൽ ഓരോ ദിവസങ്ങളിൽ ഓരോ ഡിഷസ് ഓരോ കൗണ്ടറിൽ ഞങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതിലങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നൊരു ഡിഷാണ് ചെമ്മീൻ കിഴി. അപ്പോൾ കാർണിവലിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷ് തന്നെയാണ് ചെമ്മീൻ കിഴി. നിങ്ങളിനി വീട്ടിലുണ്ടാക്കാൻ മടിയാണെങ്കിൽ കാർണിവലിൽ ഒന്ന് കഴിച്ചാലും മതിയല്ലേ? ഓൾവേസ്. നമുക്കതിലേക്ക് പ്രോൺസ് ഇടാം. നമ്മൾ പ്രോൺസ് ആഡ് ചെയ്യുവാണ്. നമ്മുടെ ഡിഷിൻ്റെ സ്റ്റാർ. ഡിഷിൻ്റെ സ്റ്റാർ, അതുപോലെ കാർണിവലിൻ്റെ സ്റ്റാറും. കാർണിവലിൻ്റെയും ഡിഷിൻ്റെയും സ്റ്റാറായ പ്രോൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ശരിക്കും കുക്ക് ആവാൻ എത്ര സമയം എടുക്കും? പ്രോൺസ് കുക്ക് ആകാൻ ഒരു 4-5 മിനിറ്റ്സ് മതിയാവും. അപ്പോൾ ഓൾറെഡി ഒരു ഡ്രൈ മസാല ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിലേക്ക് തിക്ക് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ നമ്മൾ 1 പാൽ എടുത്ത് വെച്ചത്. 1 പാൽ 1 സ്പൂൺ ഒഴിച്ചു. 1 സ്പൂൺ ഒഴിച്ചാൽ മതി. ഇത് ശരിക്കും ക്രീം പോലെയാണ്. നല്ല തിക്കായിട്ട് തേങ്ങാപ്പാൽ എടുത്ത് കഴിയുമ്പോൾ ക്രീം ഇതായിട്ടിരിക്കും. ഇനി വാട്ട് ഇസ് നെക്സ്റ്റ്? നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കിഴി കെട്ടുകയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിത് ഗ്രില്ല് ചെയ്യാണ്. ദോശക്കല്ലിലോ ഒരു പാനിലോ വെച്ച് ഗ്രില്ല് ചെയ്ത് വെറുതെ ഗ്രില്ല് ചെയ്താണ്. ഇപ്പോൾ ഈ വാഴയിലയുടെ ചൂടും വാഴയിലയുടെ ആ ടേസ്റ്റും ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ അതിലിപ്പം ഗ്രില്ലായിരിക്കും. ശരിക്കും എത്ര സമയം ഗ്രില്ല് ചെയ്യണം? അത് ഓൾറെഡി കുക്കായി മസാല ആയതാണ്. ഒരു 3-4 മിനിറ്റ്സ് മതിയാവും. നല്ല ചൂടായ പാനിൽ. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട. നല്ല രീതിയിൽ ഗ്രില്ലായിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓഫ് ചെയ്തു. അങ്ങനെ ചെമ്മീൻ കിഴി ഇവിടെ റെഡിയായി കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത അധ്യായത്തിൽ.